എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നവഗ്രഹങ്ങളിൽ വളരെ പ്രധാനിയായ ഒരു താരത്തെക്കുറിച്ചാണ്. നമ്മുടെ ബുദ്ധിയെയും സംസാരശേഷിയെയും സ്വാധീനിക്കുന്ന ആ ഗ്രഹമാണ് ബുധൻ അഥവാ മെർക്കുറി. നമ്മുടെ ജീവിതത്തിൽ ആശയവിനിമയത്തിന്റെ താക്കോൽ എന്നിതിനെ വിളിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എനിക്ക് ഓർമ്മശക്തി കുറവ്? എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട സമയത്ത് എനിക്ക് സംസാരിക്കാൻ ഒരു പേടി? എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വേഗത്തിൽ മനസ്സിലാവാത്തത്? ഇതിനൊക്കെ പിന്നിൽ നമ്മുടെ ബുധൻ എന്ന ഗ്രഹത്തിന്റെ ബലക്കുറവ് ഒരു കാരണമായേക്കാം. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെയെല്ലാം മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന വളരെ ലളിതവും എന്നാൽ അതീവ ശക്തിയേറിയതുമായ വഴികളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. നമുക്കാദ്യം ബുധന്റെ പവർ എന്താണെന്ന് നോക്കാം. ബുധൻ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി, ലോജിക്, കണക്കുകൂട്ടൽ, സംസാരം, ആശയവിനിമയം എന്നീ കാര്യങ്ങളുടെ രാജാവാണ്. ബുധൻ നിങ്ങൾക്ക് അനുകൂലമായി നിന്നാൽ നിങ്ങൾ ഒരുപാട് മിടുക്കനായിരിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാകും. ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. എന്നാൽ ബുധൻ ദുർബലനാണെങ്കിൽ എന്തു സംഭവിക്കും? ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ കോളേജ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിലോ സംസാരിക്കാൻ പോകുമ്പോൾ വാക്കുകൾ വിറയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ച കാര്യം അത് കൃത്യമായിട്ട് പുറത്തു വരാതിരിക്കുക. അതുപോലെ തന്നെ ഇന്നലെ പഠിച്ച കാര്യം ഇന്ന് മറന്നു പോവുക. പേരുകൾ, ഫോൺ നമ്പറുകൾ, പ്രധാന തീയതികൾ ഒന്നും ഓർമ്മയിൽ നിൽക്കാതിരിക്കുക. അതായത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇടയ്ക്കിടെ സ്കിൻ അലർജികൾ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ടോ? ഇതും ബുധന്റെ ബലക്കുറവിന്റെ ഒരു പ്രധാന സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, അതിനുള്ള പരിഹാരമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എല്ലാം വളരെ ലളിതമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ജ്യോതിഷത്തിൽ ബുധൻ ബന്ധങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങളുടെ ഇളയ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അവരുമായി നല്ല സ്നേഹബന്ധം സൂക്ഷിക്കുന്നത് ബുധന്റെ അനുഗ്രഹത്തിന് കാരണമാവും. അതായത് ബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മാതൃ സഹോദരിയെ നന്നായി ബഹുമാനിക്കുക, അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. അവർക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്കും നമ്മൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ വഴി, ബുധന് ഏറ്റവും ഇഷ്ടമുള്ള നിറമാണ് പച്ച. പച്ച നിറം നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രധാനമായും ബുധനാഴ്ചകളിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഇതൊരു ശീലമാക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ടിപ്പ്, പഠിക്കാൻ പോകുമ്പോൾ പച്ച നിറത്തിലുള്ള ഒരു പേന ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുന്ന ടേബിളിൽ ഒരു ചെറിയ പ്ലാന്റ് വെക്കുകയോ ചെയ്യാം. ഈ നിറം നിങ്ങളുടെ തലച്ചോറിന് ശാന്തത നൽകാനും കാര്യങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാനും സഹായിക്കും. ഇനി മൂന്നാമത്തെ വഴി, പറ്റുമെങ്കിൽ പച്ചപ്പുള്ള സ്ഥലങ്ങളിൽ പോയി കുറച്ചു നേരം ഇരിക്കുക. പ്രകൃതിയുമായി നമ്മൾ ഇണങ്ങുമ്പോൾ ബുധന്റെ ഊർജം നമ്മളിലേക്ക് ഒഴുകി വരും. ഇനി നാലാമത്തെ വഴിയാണ്, പശുക്കൾക്ക് പച്ചപ്പുല്ല് കൊടുക്കുന്നത് ബുധനെ സന്തോഷിപ്പിക്കാൻ ഉത്തമമാണ്. ഇനി അഞ്ചാമത്തെ വഴിയാണ് ബുധന്റെ ധാന്യമായ ചെറുപയർ ദാനം ചെയ്യുന്നത്. ഒരു രാത്രി കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെക്കുക. അത് കുതിർന്നു വരുമ്പോൾ അത് പക്ഷികൾക്ക്, പ്രത്യേകിച്ച് പ്രാവിന് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ആവശ്യക്കാർക്കോ പ്രായമായവർക്കോ വിദ്യാർത്ഥികൾക്കോ ദാനമായി നൽകുകയോ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറുപയർ നനഞ്ഞതായിരിക്കണം. അല്ലെങ്കിൽ വെറുതെ പൊതിഞ്ഞു നൽകുന്നതിനേക്കാൾ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നൽകുന്നതാണ് ഉത്തമം. ബുധന്റെ അനുഗ്രഹം നേടാൻ ഈ ധാന്യദാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ആറാമത്തെ വഴിയാണ് നമ്മുടെ വീട്ടുമുറ്റത്തെ ഐശ്വര്യമായ തുളസിത്തറ. ബുധൻ ഗ്രഹത്തിന്റെ സ്വാധീനമുള്ളതാണ്. തുളസിക്ക് നമ്മൾ നൽകുന്ന ശ്രദ്ധ ബുധനെ സന്തോഷിപ്പിക്കും. എല്ലാ ദിവസവും രാവിലെ കുളിച്ച ശേഷം തുളസിക്ക് വെള്ളം ഒഴിച്ച് പ്രാർത്ഥിക്കുക. വീട്ടിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കാൻ ഇത് സഹായിക്കും. തുളസി ചെടി ഉണങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണം. തുളസിയെ പരിപാലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ പരിപാലിക്കുന്നതിന് തുല്യമാണ്. ഈശ്വരാനുഗ്രഹം നേടാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. അവസാനമായി ഏറ്റവും ലളിതവും എന്നാൽ അമാനുഷിക ശക്തിയുള്ളതുമായ വഴി, ബുധന്റെ മൂലമന്ത്രം ദിവസവും ജപിക്കുക. ദിവസവും 108 തവണ ജപിക്കുന്നത് ബുധന്റെ അനുഗ്രഹം നേടാൻ ഏറ്റവും നല്ല മാർഗമാണ്. ജപമാല ഉപയോഗിച്ച് നിങ്ങൾക്കത് ശ്രദ്ധയോടെ ചെയ്യാം. ഇത് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും
വാക്കുകൾക്ക് ശക്തി നൽകാനും സഹായിക്കും. പ്രത്യേകിച്ച് ബുധനാഴ്ചകളിൽ ഇത് ചെയ്യുന്നത് ഇരട്ടി ഫലം നൽകും. ബുധന്റെ നിറം പച്ചയാണ്. അതുകൊണ്ട് ദാനം ചെയ്യുമ്പോൾ പച്ച നിറത്തിലുള്ള വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകുക. ബുധനാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ സ്ത്രീകൾക്കോ ദാനം ചെയ്യാം. ചെറുപയർ ഇത് കറി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചയായി ദാനം ചെയ്യാം. പച്ച നിറത്തിലുള്ള നോട്ട്ബുക്ക്, പേനകൾ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് പച്ച നിറത്തിലുള്ള വളകൾ അല്ലെങ്കിൽ പച്ച വസ്ത്രങ്ങൾ, പച്ചക്കറികൾ വാങ്ങി ദാനം ചെയ്യുന്നതും നല്ലതാണ്. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സന്തോഷമാണ് ബുധന്റെ അനുഗ്രഹമായി തിരിച്ചു വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബുധനെ ശക്തിപ്പെടുത്താനുള്ള വഴികൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ കാര്യങ്ങൾ വലിയ പൂജകളോ പണച്ചെലവോ ഇല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ പ്രതിവിധികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ബുധന്റെ അനുഗ്രഹം നേടി ബുദ്ധിയിലും സംസാരത്തിലും ജീവിതത്തിലും ഉന്നതിയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.